നമസ്കാരം. വടക്കൻ ഗുജറാത്തിലെ മെക്സാന ജില്ലയിൽ ഒരു ചെറിയ പ്രദേശമാണ് വാട്നഗർ. വാട്നഗർ പട്ടണത്തിലെ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ 73ാം ജന്മദിനത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന മോദിജിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദാമോദർ ദാസ് മുച്ചൻ മോദി, അവർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹീരാബൻ, ഇവർക്കും 1950 സെപ്റ്റംബർ 17 അവർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അവരുടെ മൂന്നാമത്തെ മകനായിരുന്നു. അവന് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന് പേര് നൽകി. ആ അച്ഛന് വാട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. ആ അച്ഛനും അമ്മയ്ക്കും 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമടക്കം ആ വീട്ടിൽ 6 കുട്ടികൾ ഉണ്ടായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതമായിരുന്നു മോഡിയുടെ കുട്ടിക്കാലം. മൺതറയിലെ ഒറ്റമുറി വീട്ടിലായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന മാതാപിതാക്കൾ കുട്ടികളെ നല്ല ശ്രദ്ധയോടും വിദ്യാഭ്യാസം നൽകിയും വളർത്തി. കുഞ്ഞിലെ തന്നെ മോഡി നല്ല ശുദ്ധിയും വെടിപ്പുമുള്ള ആളായിരുന്നു. എപ്പോഴും പക്വതയോടെ നന്നായി മാത്രം പുറത്തിറങ്ങുന്ന ആളായിരുന്നു മോഡി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൻ്റെ യൂണിഫോം സ്വന്തമായി കഴുകി ഉണക്കി അതിനെ മടക്കി തലയണയുടെ അടിയിൽ വെച്ചും പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ നേരത്ത് അയൺ ചെയ്തു മാത്രമേ ധരിക്കാറുള്ളൂ. അതുപോലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അച്ഛനോട് ചായക്കടയിലെത്തി അച്ഛന് വേണ്ട സഹായം ചെയ്ത് അതിനുശേഷം സ്കൂളിൽ പോകുന്ന മോഡി, അതുപോലെ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടൻ ചായക്കടയിൽ പോയി അച്ഛനെ സഹായിക്കുമായിരുന്നു. 8 വയസ്സുള്ളപ്പോൾ മോഡി ആദ്യമായി RSS ശാഖയിൽ ചേർന്നു. അവിടെ വെച്ച് വക്കീൽ സാബ് എന്ന് അറിയപ്പെടുന്ന ലക്ഷ്മണ റാവു വിനാത്തർ മോദിയെ കാണുകയും അങ്ങനെ മോദിയെ ജൂനിയർ കേഡറ്റായി ഉൾപ്പെടുത്തി. നരേന്ദ്രമോദിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. കുഞ്ഞുമോദിയും കൂട്ടുകാരും ചേർന്ന് ഒരു ഭക്ഷണശാല ആരംഭിച്ചു. അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം നൽകി. അതിൽ കിട്ടിയ വരുമാനം കഷ്ടപ്പെടുന്നവർക്ക് നൽകി. കുഞ്ഞു പ്രായത്തിൽ തന്നെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും കണ്ണീരും അകറ്റാൻ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു കുഞ്ഞുമോദി. ചെറിയ പ്രായത്തിൽ തന്നെ ധൈര്യശാലിയും ധീരനായ കുട്ടിയുമായിരുന്നു നരേന്ദ്രൻ. പുസ്തക വായനയും പ്രസംഗത്തോടും വളരെ താല്പര്യം കാണിച്ചിരുന്ന മോദി അധ്വാനിക്കാനും മടിയുണ്ടായിരുന്നില്ല. ഒരു പുസ്തകം ലഭിച്ചാൽ അത് മുഴുവനായി വായിച്ച ശേഷമേ ഉറങ്ങുമായിരുന്നുള്ളൂ. എല്ലാ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരുമായി നല്ല അടുപ്പം കാണിച്ചിരുന്ന മോദി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നേതൃസ്ഥാനം മോദിക്കുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ മോദിയുടെ ചിന്തകളും വാക്കുകളും സമപ്രായക്കാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വന്തമായി കഥ എഴുതി നാടകം അവതരിപ്പിച്ചു. തൊട്ടുകൂടായ്മയ്ക്ക് എതിരായി നടത്തിയ പോരാട്ടമായിരുന്നു ആ നാടകം. മോദിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ ചേരണമെന്നത്. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയും എതിർത്തു. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ സന്യാസത്തോടും താല്പര്യം കാണിച്ചിരുന്ന മോദി വിവേകാനന്ദ കൃതി ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർത്തു. ഇത് മോദിയെ ആത്മീയത്തിലേക്ക് ആകർഷിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആ 17-കാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം, അതിനായി വീട് വിട്ടു പോകണം. മോദി തൻ്റെ ആഗ്രഹം അച്ഛനും അമ്മയോടും അറിയിച്ചു. അവർ ആദ്യം എതിർത്തു. പക്ഷേ മോദിയുടെ ആഗ്രഹത്തിന്
പിന്നെ അവർ സമ്മതിച്ചു. അങ്ങനെ മോഡി ഹിമാലയം, പശ്ചിമ ബംഗാളിലെ ആശ്രമങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. അങ്ങനെ പല പല നാടുകൾ, പല പല സംസ്കാരങ്ങൾ കണ്ടറിഞ്ഞു. ഇത് മോദി എന്ന യുവാവിന് അവിസ്മരണീയമായ അനുഭവങ്ങളായി മാറി. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം തിരികെ വീട്ടിലെത്തി. ഈ യാത്രയിൽ താൻ എന്താവണം എന്ന ഒരു തീരുമാനം മോദിക്കുണ്ടായിരുന്നു. ഏകദേശം 20 വയസ്സായിരുന്നപ്പോൾ ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരമായ അഹമ്മദാബാദിലെത്തി. RSSലെ ഏറ്റവും ഉയർന്ന അംഗമായി. അവിടെ അന്ന് 8 വയസ്സിൽ കണ്ട ലക്ഷ്മൺ ഇനാത്തറിനെ വീണ്ടും കണ്ടുമുട്ടി. മോദിയുടെ സമർപ്പണവും സംഘടനാ മികവും ലക്ഷ്മൺ ഇനാത്തറിനെയും മറ്റുള്ളവരെയും ആകർഷിച്ചു. 1972 മോദി RSSന്റെ മുഴുവൻ നേര പ്രചാരകനായി. അങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. 1973 സിംഗപ്പൂരിൽ RSSന്റെ ഒരു വലിയ സമ്മേളനം നടത്തി. സമ്മേളനം നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് RSSന്റെ ഉന്നത നേതാക്കളെ മോദി കാണുകയും നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. 1960 അവസാന കാലത്തും 1970 തുടക്കകാലത്തും കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതിയും ദുർഭരണവും കൊണ്ട് ഗുജറാത്ത് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. സർക്കാരിനെതിരെയുള്ള ജനരോഷം അവർ പരസ്യമായി കാണിക്കാൻ തുടങ്ങി. 1970 ഡിസംബറിൽ ഗുജറാത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടായി. അതിൽ മോദിയും ചേർന്നു. അതിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സമയത്ത് പ്രതിപക്ഷ നേതാക്കളായിരുന്ന AB വാജ്പേയി, LK അദ്വാനി തുടങ്ങിയ പ്രമുഖ നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ മോദി അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. അടിയന്തരാവസ്ഥ കാലത്ത് മോദിയുടെ ഉത്തരവാദിത്വം ഏറെയായിരുന്നു. പലപ്പോഴും വേഷം മാറി തൻ്റെ ജോലികൾ പൂർത്തിയാക്കി. അങ്ങനെ വ്യത്യസ്ത പാർട്ടികളിലെ നേതാക്കളുമായി ഇടപഴകി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. മോദിയുടെ സംഘാടന മികവും പ്രവർത്തനവും കണ്ട് മേഖലാ സംഘാടകന് തുല്യമായ പദവി ലഭിച്ചു. 1980 തുടക്കത്തിൽ മോദി ഗുജറാത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഗ്രാമങ്ങളിലും ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് അങ്ങനെ 1985 ഒരു വലിയ ഉത്തരവാദിത്വം RSS എടുത്തു. മോദിയെ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ 1988 ഗുജറാത്ത് ഘടകത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1995 ഗുജറാത്തിൽ BJP നേടിയ വൻ വിജയത്തിന് പിന്നിൽ മോദിയുടെ തന്ത്രങ്ങൾ ആയിരുന്നു. 2001 ജനുവരി 26 ഗുജറാത്തിൽ കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞ ഇടത്തേക്ക് അന്ന് ഡൽഹിയിൽ BJPയുടെ ജനറൽ സെക്രട്ടറിയായിരിക്കുന്ന ഗുജറാത്തുകാരനായ നരേന്ദ്രമോദിയെ ഗുജറാത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയും ഉപമുഖ്യമന്ത്രിയായിരുന്ന LK അദ്വാനിയും തീരുമാനിച്ചു. ഇവർ രണ്ടുപേരും BJPയുടെ തലപ്പത്ത് എന്ത് തീരുമാനം എടുക്കാനും കപ്പാസിറ്റിയുള്ള ആളുകളായിരുന്നു. പക്ഷേ ആ തീരുമാനത്തെ മോദി വിസമ്മതിച്ചു. വാജ്പേയിയും അദ്വാനിയും നിരന്തരം പറഞ്ഞിട്ടും മോദി
ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കാൻ വിസമ്മതിച്ചു. അധികാരം തരികയാണെങ്കിൽ മുഴുവൻ അധികാരവും തന്നാൽ, അതായത് ഉപമുഖ്യമന്ത്രിയായി അല്ല മുഖ്യമന്ത്രിയായി നിയമിച്ചാൽ ഗുജറാത്തിലേക്ക് പോകാം എന്ന് വാജ്പേയിയോടും അദ്വാനിയോടും തീർത്തും പറഞ്ഞു. അങ്ങനെ കേശുഭായ് പട്ടേലിനെ മാറ്റി BJPയുടെ മുഖ്യമന്ത്രിയായി, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി മോദി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുജറാത്തിനെ 1-ാം സ്ഥാനം എന്ന സ്റ്റേറ്റായി മാറ്റി. 13 വർഷം മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച മുഖ്യമന്ത്രി എന്ന സ്ഥാനം മോദിക്ക് ലഭിച്ചു. ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനക്കരുത്തോടെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2014 മെയ് 26 പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മോദി അന്ന് തുടങ്ങിയ ജൈത്രയാത്ര ഇന്നും ഇന്ത്യയുടെ കരുത്തായി ജ്വലിച്ചു നിൽക്കുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളായി മാറ്റിയ ചാണക്യനാണ് മോദിജി. എല്ലാ രാജ്യങ്ങളുടെ മുൻപിലും ഇന്ത്യയെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന രാജതന്ത്രം. ഏത് പ്രതിസന്ധിയിലും തളരാതെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള നാട്ടുരാജാവ്. പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സാധിക്കുന്ന മാന്ത്രിക പുരുഷൻ. ശത്രുക്കളെപ്പോലും മിത്രങ്ങളായി മാറ്റുന്ന അതുല്യ നേതാവ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിലിരിക്കുന്ന നേതാക്കൾ പോലും എണീറ്റ് നിന്ന് പറയും നരേന്ദ്രമോദി എന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് നരേന്ദ്രമോദിജിയുടെ ജീവിത ചരിത്രത്തെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.